ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്റെ ഒരു സമ്മാനം. അർജുൻ, നീ അകത്തേക്ക് വാ. മക്കളുടെ സന്തോഷേ അമ്മമാരുടെയും കൂടിയാ. നൊന്തു പ്രസവിച്ചവർക്കല്ലേ അത് മനസ്സിലാകൂ. ചേച്ചി എന്തോ തിരക്കിലാണെന്ന് തോന്നമ്മേ. താങ്ക്സ് ചേട്ടാ. പഴവങ്ങാടി വിനായകൻ അനുഗ്രഹിക്കട്ടെ. സാരമില്ലമ്മേ, ചേച്ചി എന്തെങ്കിലും അത്യാവശ്യത്തിലായിരിക്കും. നമ്മളിവിടെ വന്നതൊന്നും ചേച്ചിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ചേച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ പോയി കാര്യങ്ങളെല്ലാം പറയാം. അമ്മ വാ. Arjun sir is coming. Arjun sir is coming. ആഹാ. ക്യാപ്റ്റൻ അർജുന് രമാനിലയത്തിലേക്ക് സ്വാഗതം. താങ്ക്സ് അമ്മ. ആ മോനെ, നന്നായി വരട്ടെ. മുത്തശ്ശി, അച്ഛന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ഇനി നീ ചെന്ന് നല്ലോണം റെസ്റ്റ് എടുത്തോളൂ. അതിനുള്ള സമയം ഉണ്ടാവില്ലമ്മേ. ഇന്നും ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ ഞാനാ പുതിയ പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ടത്. എനിക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്. നീ രമാദേവിയുടെ മകനാ. യു ആർ ഓൾവേസ് ദ വിന്നർ. ആഹാ, ട്രോഫിയൊക്കെ ഉണ്ടല്ലോ. ഏതോ മത്സരത്തിൽ ജയിച്ചിട്ടുള്ള വരുവാൻ തോന്നുന്നു. ഈ വർഷത്തെ ഞാറുനടൽ ഉത്സവത്തോടനുബന്ധിച്ചേ വടംവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ടീമിനായിരുന്നു ഫസ്റ്റ്. അതിന് കിട്ടിയ ട്രോഫി അത്. ഇനി തന്നെ എന്റെ രണ്ട് മക്കളും മിടുക്കന്മാരാ. എന്റെ മൂത്ത മകൻ ആകാശത്തിലൂടെ വിമാനം പറത്തി അഭിമാനത്തോടെ വന്ന് എന്റെ മുന്നിൽ നിൽക്കുന്നു. ഇളയവനാണെങ്കി മത്സരത്തില് 1ാം സ്ഥാനം നേടി ട്രോഫിയുമായിട്ട് വന്നു നിൽക്കുന്നു. നാണം ഉണ്ടോടെ നിനക്ക്? കുറെ ലോക്കൽസിന്റെ കൂടെ ചെളിയിലും ചേറിലും കിടന്നിട്ട് വന്നിരിക്കുന്നു. അവന്റെ ഒരു സമ്മാനം. അർജുൻ, നീ അകത്തേക്ക് വാ. മക്കളുടെ സന്തോഷേ അമ്മമാരുടെയും കൂടിയാ. നിന്നോടത് പറഞ്ഞിട്ട് കാര്യമില്ല. നൊന്തു പ്രസവിച്ചവർക്കല്ലേ അത് മനസ്സിലാകൂ.
ഇത് ചന്ദ്രലേഖയുടെ കൈ തന്നെ ഇരുന്നോട്ടെ അല്ലേ? അച്ഛാ ഒരു മിനിറ്റ്. ആഹാ, ഇത് കൊള്ളാലോ. വാ. ഐശ്വര്യലക്ഷ്മിയെ കാണാൻ വിസിറ്റേഴ്സ് ഉണ്ട്. ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. എന്താടി, എന്തു പറ്റി? ആകെ കുഴപ്പായി. താഴത്ത് ഒരു അമ്മയും മോളും വന്നിട്ടുണ്ട്. ആ തള്ള ഒരു ക്യാൻസർ പേഷ്യന്റാ. ഞാൻ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ച് ക്യാഷ് ഒക്കെ ഹെൽപ്പ് ചെയ്തതാ. ഇപ്പതേ നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്റെ കയ്യിലാണെങ്കിൽ നയാ പൈസ ഇല്ല. വയ്യാത്ത ആളല്ലേ, നീ ചെന്ന് കാര്യം പറ. അതൊന്നും നടക്കില്ല. എടി, വല്ലാത്ത ശല്യ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? നിങ്ങളാണോ ഐശ്വര്യ കാണാൻ വന്നു പറഞ്ഞത്? അതെ. ഐശ്വര്യ ഇവിടെ ഇല്ലാത്ത കാര്യം നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഇല്ലേ? ഇല്ല, ഹോസ്റ്റൽ ഫീസ് പെൻഡിങ് ആയതുകൊണ്ട് ഐശ്വര്യയെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പൊ ആ കുട്ടി ഇവിടെ ഇല്ല. അതെ, ഐശ്വര്യ ചേച്ചി ഇപ്പൊ എവിടെയാണെന്ന് അറിയോ? അറിയില്ല. ചന്ദ്രാമേ, ചന്ദ്രാമ എങ്ങോട്ടേക്കാ? ഞാൻ മുന്നേ പറഞ്ഞതല്ലേ സർ, എന്നെ ചന്ദ്രാമ എന്ന് വിളിക്കുന്നത് മാഡം കേട്ട പ്രശ്നമാവൂന്ന്. ഞാനും മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ സാറേ എന്ന് വിളിക്കരുതെന്ന്. ചന്ദ്രാമ മാർക്കറ്റിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാറേ, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ഞാൻ എന്നെ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ ചന്ദ്രമയെ മാർക്കറ്റിലാക്കിയിട്ട് പോക്കോളാം. നിക്കേ, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം. ശരി. ഓക്കെ. ഇവിടെ ഇരിക്കാം, ഇപ്പൊ വരാം. ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം.